ഏറ്റവും അധികം സീറ്റുകൾ നേടിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ പാർട്ടി അവിടെ അധികാരത്തിലില്ല. അതായത് എണ്ണക്കണക്ക് നോക്കിയാൽ ഒരൊറ്റ പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് RJD ആണ്, 75 സീറ്റ്. അതിന് പിന്നിൽ മാത്രമാണ് BJP 74 സീറ്റുകൾ നേടിയെത്തിയത്. അതിനും പിന്നിലാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി ഉള്ളത്. ഇതാണ് ആ സംസ്ഥാനത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും സംസ്ഥാനം കടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊന്ന് ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ടത് ചിരാഗ് പാസ്വാൻ്റെ ഇടപെടലാണ്. മറ്റൊന്ന് നിതീഷ് കുമാറിൻ്റെ കാലം ഏതാണ്ട് അവസാനിക്കാറായി എന്ന മട്ടിലൊക്കെയുള്ള ചർച്ചകളും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് BJP തന്നെ ആ നിതീഷ് കുമാറിന് പകരം ബീഹാറിൽ നിന്നുള്ള കരുത്തൻ എന്ന നിലയ്ക്ക് ചിരാഗ് പാസ്വാനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ചിരാഗ് പാസ്വാൻ നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുപ്പമുള്ള നേതാവായി നിലനിൽക്കുന്നു. അതുകൊണ്ട് കൂടുതൽ പരിഗണന ചിരാഗ് പാസ്വാന് കൊടുക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴും നിതീഷ് കുമാറിന് കയ്യിൽ MP-മാർ 12 പേരുണ്ട് എന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ നിതീഷ് കുമാറിനെ അങ്ങനെ ഒതുക്കിക്കൊണ്ട് ആ മുന്നണിയുടെ പ്രയാണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല SIR അടക്കം നടപ്പാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വോട്ട് ചോരി അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമാണ്. തീർച്ചയായും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങൾക്ക് കൂടി ഒരു ഘടകമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ബീഹാറിലേത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ തയ്യാറെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായും ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ നിമിഷവും അതിൻ്റെ ഓരോ പുരോഗതിയും നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്തി തന്നെ പോകാം. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ അരങ്ങൊരുങ്ങുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വമ്പൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് ഇരു മുന്നണികളും മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചില വാഗ്ദാനങ്ങൾ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയും വെച്ചിട്ടുണ്ട്. സമഗ്ര വോട്ടർ പരിഷ്കരണം നിങ്ങളുടെ വോട്ടുകൾ കവർന്നെടുക്കാനാണ് എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിൻ്റെ തെരുവുകളിൽ നടന്നത്. അതിന് ഫലം കാണുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. കഴിഞ്ഞ തവണ കോൺഗ്രസ് പോക്കറ്റിൽ നിന്നുൾപ്പെടെ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാനാവുമോ? സൗജന്യ പെരുമഴയിലും വികസന പ്രഖ്യാപനങ്ങളിലും വീണ്ടും താമര അവിടെ വിരിയുമോ ബീഹാറിൽ? JDU പിന്തുണയിൽ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കടക്കം ബീഹാർ വിധി അതിനിർണായകമാകുമെന്നതിനാൽ തന്നെ അങ്ങേയറ്റം ആവേശമുണ്ടാക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.